കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കെ.സി. മൊയ്തീൻ എം.എൽ.എയുടെ 2023-24 ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 25.88 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ആധുനിക ആംബുലൻസിന്റെ കൈമാറൽ, 2022-23 ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 19.53 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ 3 ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം എന്നിവ നടന്നു. കെ.സി. മൊയ്തീൻ എം.എൽ.എ ആംബുലൻസ് ഫ്ളാഗ് ഓഫും ഡയാലിസിസ് പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചു. ആധുനിക ആംബുലൻസും ഡയാലിസിസ് മെഷീനും എത്തിയതോടെ താലൂക്ക് ആശുപത്രി സേവനങ്ങൾ ഒന്നുകൂടി മികവുറ്റതാകും. കുന്നംകുളത്ത് നിന്നും സമീപ ജില്ലകളായ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നും ദിവസേന ഏകദേശം 1200 മുകളിൽ രോഗികൾ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വിഭാഗങ്ങളിൽ ചികിത്സ തേടുന്നുണ്ട്. ആശുപത്രിയിൽ ഒരു ആംബുലൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് പലപ്പോഴും VIP സന്ദർശനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകേണ്ടി വന്നു. പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിലെ ആംബുലൻസിന്റെ സേവനം ശരിയായ രീതിയിൽ ലഭിക്കാത്തതുമൂലം സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. തുടർന്ന് ഈ വിഷയം ആശുപത്രി അധികൃതർ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ആധുനിക ആംബുലൻസ് ലഭ്യമായത്. ആശുപത്രിയിൽ 8 ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് 3 ഷിഫ്റ്റായാണ് രോഗികൾക്ക് ഡയാലിസിസ് നൽകി വന്നിരുന്നത്. ദിവസം 22 ഡയാലിസിസുകൾ മാത്രമാണ് നടന്നിരുന്നത്. കൂടുതൽ ഡയാലിസിസുകൾ നടക്കുന്ന ആശുപത്രിയായതിനാൽ മെഷീനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനിടയായി. തുടർന്ന് ഈ വിഷയവും MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് 3 ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമാക്കിയത്. 10 ഡയാലിസിസ് മെഷീൻ ദിവസേന ഉപയോഗിക്കാനും ഒരെണ്ണം കരുതലിനുമായാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പുതിയ മെഷീനുകൾ കൂടി വന്നതോടെ ദിവസവും 33 ഡയാലിസിസുകൾ ചെയ്യാനാകും. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ലബീബ് ഹസൻ, ഡെപ്യൂട്ടി DMO ഇൻചാർജ് ഡോക്ടർ നിർമ്മൽ, ആശുപത്രി സൂപ്രണ്ട് AV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു.